ഓഫ്ലൈൻ മോഡിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന എക്സാംസ് നമുക്കൊരു വേർഡ്സിന് നമുക്ക് അത്ര എനിക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഇവിടെ ഇടുന്ന എക്സാംസ് നമ്മൾ ആ 3 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആ ഒരു ടൈം നമ്മൾ ഇരുന്ന് എഴുതുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇരുന്നുള്ള ഒരു ഇവാലുവേഷൻ, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് അത് നമ്മളൊന്ന് നോക്കുന്നത്, എല്ലാം എനിക്ക് കൂടുതലും മാം എപ്പോഴും പറയുന്ന പോലെ റിവിഷൻ ആയിരുന്നു എല്ലാം. UG കഴിഞ്ഞപ്പോഴത്തേനും PG കൂടെ നെറ്റ് എഴുതി എടുക്കുക എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ വന്നു. അപ്പോഴാണ് ഇഗ്നോയിൽ ഇങ്ങനെ എടുക്കാം, നമുക്ക് അതിൻ്റെ കൂടെ പഠിക്കാം എന്നുള്ളത്. അപ്പം പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് റെഫർ ചെയ്തത്, ആപ്പിൾബി അക്കാഡമി. അപ്പം വന്നു, നമ്മളിപ്പോൾ തന്നെ ജോയിൻ ചെയ്തു, പിന്നെ പഠിത്തം തുടങ്ങി. നമ്മുടെ ഏറ്റവും വാസ്റ്റ് ബ്രിട്ടീഷാന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്രിട്ടീഷായിരുന്നു. കാരണം നമ്മുടെ റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ അതിനോടൊരു പാഷനുള്ള ഒരാളും കൂടെ ആണെങ്കിൽ നമ്മളതിനെ തിരിക്കും. പിന്നെ നമുക്കൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മുഴുവൻ നോക്കാണ്ട് പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതായിരുന്നു. തിയറി ആദ്യം പഠിച്ചപ്പം എനിക്കൊരു പാടായിരുന്നു. കാരണം നമ്മൾക്ക് ആ ഒരു ഐഡിയാസ് ഗ്രാസ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഒത്തിരിയും തിയറീസ് നമുക്ക് സിമിലർ ആയിട്ട് തോന്നും, പക്ഷേ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് പക്ഷേ തിയറി നന്നായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എക്സാമിന് 1-2 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു ആഴ്ച മുന്നേ നമുക്ക് അതിനോടൊന്ന് റെഫർ ചെയ്ത് അല്ലെങ്കിൽ ഒന്നൊന്ന് ഓടിച്ചു പോകാനുള്ളതേ ഉള്ളായിരുന്നു. കാരണം നമുക്ക് ഇവിടുന്ന് കിട്ടിയതിൻ്റെ അത്രയും അല്ലെങ്കിൽ അതിനെ അപ്പുറത്തോട്ട് എഴുതേണ്ടതായിട്ടും പഠിക്കേണ്ടതായിട്ടും ഒന്നും ഇല്ലായിരുന്നു നമുക്ക്. ഹായ് എവ്രിവൺ, നമ്മുടെ ഇന്നത്തെ ടെസ്റ്റിമോണിയൽ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളത് ആപ്പിൾബി അക്കാഡമിയുടെ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അലീന ഷിജു ആണ്. സോ അലീന ആക്ച്വലി ഡിസംബർ 2022 എക്സാമിന് വേണ്ടിയിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പം അലീനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ട ഒരു കാര്യം, അലീന ഒരു റെവല്യൂഷണറി തീരുമാനമായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം UG കഴിഞ്ഞ് ഇഗ്നോയിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിൽ PGക്ക് ജോയിൻ ചെയ്യുന്ന ഒരു ടൈമിലാണ് അലീന ഇവിടെ വരുന്നത്. സോ ഇഗ്നോയിലുള്ള ഈ പറയുന്ന PGയും അതുപോലെ തന്നെ നെറ്റും ഒരുമിച്ച് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അലീന എന്ന് പറയുന്നത്. ഇപ്പം അതിലെ ഏറ്റവും ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PGയുടെ റിസൾട്ട് അറിയുന്നതിന് മുൻപ് തന്നെ ഇവിടെ നെറ്റ് ഹോൾഡർ ആയിട്ട് നിൽക്കുവാണ്. സോ അപ്പം PGയുടെ ഒരു റിസൾട്ട് വരുന്ന ഒരു മൊമെന്റിൽ തന്നെ നമുക്കിനി ഫ്യൂച്ചർ അടുത്തൊരു PhDക്ക് വേണ്ടിയിട്ട് തന്നെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ആ ഒരു ടൈമിൽ JRFന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സോ അത് ശരിക്കും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ആപ്പിൾബി അക്കാഡമിയുടെ പേരിൽ ഫസ്റ്റ് ഞാനൊരു അപ്ലോസ് തരുന്നു. ഇനി നമ്മൾ അലീനയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ നെറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് ഇപ്പൊ നെറ്റ് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് അലീനയെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് ഈ ഒരു തീരുമാനം, കാരണം നമ്മൾ പൊതുവെ നമുക്ക് വരുന്ന ഒരു മെജോറിറ്റി സ്റ്റുഡൻസ് എന്ന് പറയുന്നതും MAക്ക് ശേഷം വരുന്നവരാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ ഒരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിലോട്ട് MA എടുക്കാനും അതിനോട് പാരലലി നെറ്റ് എടുക്കാനും അങ്ങനെയൊക്കെ ഒരു തീരുമാനത്തിനുള്ള ഒരു കാരണം? ടു ബി ഓണസ്റ്റ്ലി വലിയ നമുക്ക് റീസൺ ആയിട്ട് പറയാനില്ല. പക്ഷേ നമുക്ക് UG കഴിഞ്ഞപ്പോഴത്തേനും PGയുടെ കൂടെ നെറ്റ് എഴുതി എടുക്കുക എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ വന്നു. അപ്പോഴാണ് ഇഗ്നോയിൽ ഇങ്ങനെ എടുക്കാം, നമുക്ക് അതിൻ്റെ കൂടെ പഠിക്കാം എന്നുള്ളത്. അപ്പം പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് റെഫർ ചെയ്തത്, ആപ്പിൾബി അക്കാഡമി. അപ്പം വന്നു, നമ്മളിപ്പോൾ തന്നെ ജോയിൻ ചെയ്തു, പിന്നെ പഠിത്തം തുടങ്ങി. ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ അത്രയാണുള്ളത്. അപ്പം അലീന ഈ പറഞ്ഞതുപോലെ ശരിക്കും കുറച്ച് ടൈം ഉണ്ടായിരുന്നു ആപ്പിൾബി അക്കാഡമിയിൽ. കാരണം ഈ നമുക്കറിയാം UG കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും സബ്ജക്ട് നോളജ് കുറച്ച് കുറവായിരിക്കും. അപ്പൊ പാരലലി നമ്മൾ മാസ്റ്റേഴ്സും ചെയ്യണം, അതുപോലെ തന്നെ നെറ്റും ചെയ്യണം. സോ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തായിരുന്നു രണ്ടും കൂടി ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇതില് അപ്പം നമ്മൾ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അപ്പൊ ഈ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഇഗ്നോവും ഇതെല്ലാം ഒന്നിച്ച് എങ്ങനെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്? എനിക്ക് പേപ്പർ 2വിന് മാമിന് അറിയാവുന്ന പോലെ തന്നെ ഒട്ടും ബേസ് ഇല്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് നമ്മൾ എല്ലാം ഒന്നേന്ന് പഠിച്ചു തുടങ്ങിയത്. പേപ്പർ 1ൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ
കുറേയൊക്കെ എവിടേക്കോ അറിയായിരുന്നു, പക്ഷെ എല്ലാം ഒന്നും അറിയില്ല, അങ്ങനെയായിരുന്നു. ആൻഡ് നമ്മുടെ മാത്സിലും കോംപ്രിഹെൻഷൻ കാര്യം ഇംഗ്ലീഷാന്ന് പറഞ്ഞാലും കോംപ്രിഹെൻഷൻ നമുക്ക് അത്ര എളുപ്പമല്ലായിരുന്നു. കോംപ്രിഹെൻഷൻ പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് ആയി വന്നത്. പിന്നെ പറയാനായിട്ടുള്ളത് മാത്സിന് ചെറിയൊരു ബേസ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ഫുള്ള് ഇവിടെ ഇരുന്ന് പഠിച്ചത് തന്നെയാണ്. പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും. പിന്നെ PG ഡേറ്റിലോട്ട് എനിക്ക് കൂടുതൽ അതിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. കാരണം നമ്മൾ ഇവിടെ പഠിക്കുന്നതിനപ്പുറത്തോട്ടൊന്നും ഇല്ല. അത് കാരണം നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് എക്സാമിന് 1-2 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു ആഴ്ച മുന്നേ നമുക്ക് അതിനോടൊന്ന് റെഫർ ചെയ്ത് അല്ലെങ്കിൽ ഒന്നൊന്ന് ഓടിച്ചു പോകാനുള്ളതേ ഉള്ളായിരുന്നു. കാരണം നമുക്ക് ഇവിടുന്ന് കിട്ടിയതിൻ്റെ അത്രയും അല്ലെങ്കിൽ അതിനെ അപ്പുറത്തോട്ട് എഴുതേണ്ടതായിട്ടും പഠിക്കേണ്ടതായിട്ടും ഒന്നും ഇല്ലായിരുന്നു നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ നമുക്ക് നോർമലി മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വരുന്നവർക്ക് തന്നെ നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ വാസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. കാരണം ബ്രിട്ടീഷ് ആണെങ്കിലും ലൈക്ക് നമുക്കൊരു ലിമിറ്റേഷനും ഇല്ല, അല്ലെങ്കിൽ ഒരു ഇന്ന ഇതിൽ നിന്നേ വരത്തുള്ളൂ, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം ഈ പറഞ്ഞതുപോലെ പാരലലി PG പഠിക്കുമ്പോഴും നമുക്ക് ഈ ഒരു കാര്യമില്ല. അപ്പം ഈ ഒരു ബ്രിട്ടീഷിന്റെ അല്ലെങ്കിൽ എൻറ്റയർലി നമ്മുടെ ഇംഗ്ലീഷ് സിലബസിന്റെ വാസ്റ്റ്നെസ് അതെങ്ങനെയായിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ പുറമേ നിന്ന് കാണുമ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പം എല്ലാവർക്കും കുറച്ച് ഡ്രാമ, കുറച്ച് പോയട്രി, കുറച്ച് സ്റ്റോറി, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. ഏകദേശം നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ PGക്ക് ഞാൻ എടുത്തത് നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അപ്പം അത് വന്നപ്പോഴത്തേനും നമുക്കിവിടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രയും വാസ്റ്റാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെ. അപ്പം ഇംഗ്ലീഷ് മദർ ലാംഗ്വേജ് ആയിട്ടുള്ള ആൾക്കാർ എഴുതുന്നതിൻ്റെ ഒരു വാസ്റ്റ്നെസ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഹിസ്റ്ററി തൊട്ട് പഠിക്കുന്നത് ലൈക്ക് 300 AD തൊട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അവിടം തൊട്ട് ഇന്ന് വരെ ഇംഗ്ലീഷിലോട്ട് എഴുതിയിരിക്കുന്നതും അതിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ എണ്ണം നമുക്ക് ഊഹിക്കാൻ കൂടെ പറ്റുന്നതല്ല. അപ്പം അത് നമുക്ക് ആദ്യം വളരെ പാടായിട്ട് തോന്നി. ഇത്ര ഇയേഴ്സ് ഓർത്തിരിക്കണം, വർക്ക്സ് ഓർത്തിരിക്കണം, ഓതേഴ്സിന് അവരെ കുറിച്ച് A to Z പഠിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര പാടായിരുന്നു. മാമിന് അറിയാവുന്ന പോലെ നന്നായിട്ടിരുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ അത് ഓരോ പ്രാവശ്യം കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ ശ്രദ്ധിച്ച കാര്യം എനിക്ക് മാർക്ക് കൂടിയേ വന്നിട്ടുള്ളൂ. നമ്മളതിന് പുറകോട്ട് പോയിട്ടില്ല. അതൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു, നിർത്തി പോവാതെ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഒന്ന് തുടർന്ന് പോകാനായിട്ട്. പിന്നെ അതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് ചെറുതല്ല, അതെനിക്ക് എന്നാണെങ്കിലും പറയണം. നമുക്ക് കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് ചെറുതല്ല. കാരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനായിരുന്നു ഏറ്റവും കാരണം പൊതുവെ നമുക്ക് വരുന്നത് മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ടൈമിലാണ് UG കഴിഞ്ഞിട്ട് നേരെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആയിട്ട് വരുന്നത്. യങ്ങസ്റ്റ് ആയിരുന്നു ഞാൻ ഓർക്കുന്നത്. അതെ, അപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നവരെല്ലാം PGയും കഴിഞ്ഞ് ചിലർ BEdും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന വലിയ ആൾക്കാർ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു, ഞാൻ എത്തി വരുമോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ എനിക്ക് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന സ്റ്റുഡൻസും നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റി എല്ലാം നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പഠിച്ചപ്പോഴും പെട്ടെന്ന് നിർത്തി പോവാണ്ട് കോൺഫിഡൻസിലോട്ട് എത്തിയത്. ഓക്കെ, അപ്പം ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ ഇന്ത്യൻ അങ്ങനെ ഓരോ മൊഡ്യൂളിൽ വെച്ച് പാടായിരുന്നു. അപ്പൊ ഈ നമ്മുടെ എൻറ്റയർ ഇംഗ്ലീഷിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ടോപ്പിക് ഏതായിരുന്നു? ബ്രിട്ടീഷ് ആയിരുന്നു. അതിന്റെ വാസ്റ്റ്നെസ് കാരണം അതെങ്ങനെയായിരുന്നു മെയിൻ ആ ചലഞ്ച് എങ്ങനെ ഓവർകം ചെയ്തത്? നമ്മുടെ ഏറ്റവും വാസ്റ്റ് ബ്രിട്ടീഷ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്രിട്ടീഷ് ആയിരുന്നു. കാരണം നമ്മുടെ റൈറ്റേഴ്സിന്റെ വർക്ക്സ് എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ അതിനോടൊരു പാഷനുള്ള ഒരാളും കൂടെ ആണെങ്കിൽ നമ്മളതിനകത്തിരിക്കും. പിന്നെ നമുക്കൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മുഴുവൻ നോക്കാണ്ട് പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതായിരുന്നു. അപ്പം അലീന എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ആസ്വദിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു എക്സാമ്പിൾ ആണ്. കാരണം ഈ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് വാസ്റ്റ് ആണ്, ഇന്ത്യൻ വാസ്റ്റ് ആണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു വർക്കിനെ അതിൻ്റെ ഒരു സെൻസിൽ എടുത്ത് ഇനിയും ലൈക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ ത്രൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ശരിക്കും നല്ലൊരു ഒരു പോസിറ്റീവ് അപ്രോച്ച് ടു നെറ്റ്
സ്റ്റഡിയാണ്. കാരണം എപ്പോഴും ഈ മാസ്റ്റേഴ്സ് ഒക്കെ വരെ നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ട് ലിറ്ററേച്ചർ ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ നെറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് പഠിക്കുന്നു, ഫാക്ച്വൽ ആയിട്ട് പഠിക്കുന്നു. സ്റ്റുഡൻസ് വിൽ ലൂസ് ദെയർ ലൈക്ക് അവരുടെ ആ ഒരു പാഷൻ അവർക്ക് പൊതുവെ ഇങ്ങനെ നഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ഇവിടെ അതിനോട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഓരോ തവണ ഓരോ പുതിയ വർക്ക് പഠിക്കുമ്പോഴും അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഓരോ വർക്കും എന്നുള്ളൊരു റിയലൈസേഷനിലാണ് പഠിക്കുന്നത്. അത് ശരിക്കും നമ്മൾ നെറ്റിന് ലോങ് ടേം ആയിട്ട് പഠിക്കുമ്പോഴത്തേക്കും അത് ശരിക്കും അതൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞതുപോലെ ഡിസംബർ 2022 തൊട്ട് അലീന ഇവിടെ ഉണ്ട്, ആ ഒരു എക്സാം തൊട്ട് അലീന ഇവിടെ ഉണ്ട്. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ഓരോ എക്സാം കഴിയുമ്പോഴും ഇങ്ങനെ മാർക്ക് കൂടി കൂടി വരുന്നു. ഈ നെറ്റ് ക്വാളിഫൈ ചെയ്ത എക്സാമിന്റെ ഫസ്റ്റ് എക്സാം ക്യാൻസൽഡ് ആയിരുന്നല്ലോ. അപ്പം അതിനുശേഷം ക്യാൻസൽഡ് എക്സാമിന് ശേഷം ഈ പറഞ്ഞതുപോലെ അന്നും നല്ലൊരു സ്കോർ ഉണ്ടായിരുന്നു, 62 ആ ഒരു റേഞ്ചിൽ സ്കോർ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു എക്സാം ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായിരുന്നു, അതിനെങ്ങനെയാ പോസിറ്റീവ്ലി ഓവർകം ചെയ്തത്? ലൈക്ക് ആ സമയത്ത് നമുക്ക് പെൻ ആൻഡ് പേപ്പർ ആയിരുന്നു. അത് കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുള്ളത് നമുക്ക് അപ്പൊ തന്നെ മാർക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് സ്കോർ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു, ഈ പ്രാവശ്യം രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ആ ദിവസം എനിക്ക് PG എക്സാമും ആ സമയത്ത് തന്നെയായിരുന്നു. എന്തോ 1-2 ഒരു ദിവസത്തെ ഡിഫറൻസേ ഉള്ളായിരുന്നു എനിക്ക്. അപ്പം നോക്കി കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും രാത്രി നോട്ടിഫിക്കേഷൻ വരുന്ന ക്യാൻസൽ ചെയ്തെന്നുള്ളത്. ഞാനോർത്തു ഈ പ്രാവശ്യം പോയി, ഇനി അടുത്ത പ്രാവശ്യം. കാരണം ഓരോ എക്സാമിനും നമ്മൾ ഇരുന്ന് പഠിക്കുന്നതിൻ്റെ ആ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞാൽ അതുപോലെ ഇരുന്ന് പഠിക്കും. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഒന്നുകൂടെ ഇതിനു വേണ്ടി ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു ഇത് വന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേനും ഓർത്തു ഏതായാലും ഇത്രയായി, ബാക്കിയും കൂടെ ആവട്ടെ എന്ന് ഓർത്ത് കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ആ ഒരു രണ്ടാമത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുള്ള് റിവിഷൻ തീർത്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ഗ്യാപ്പ് കിട്ടിയ ഒരു 2 മാസം എനിക്ക് തോന്നുന്നു നമുക്ക് ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിൽ ഫുള്ള് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു നോക്കിയത്. അപ്പം അതും ഈ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ്. കാരണം ആ ഒരു ടൈമിൽ അതൊരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസിന് അവരുടെ ഹോപ്പ് ഒക്കെ ആ ഒരു ടൈമിൽ ഒത്തിരി കുറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ അലീന എന്ന് പറയുന്നത് ശരിക്കും ആ ക്യാൻസൽഡ് എക്സാമിൽ സ്കോർ കൂടുതലാണ് അല്ലെ, 3-4 മാർക്സ് കൂടുതലാണ്. അതും നെറ്റിന്റെ ചിലപ്പോൾ ഒരു റീസൺ ആയിരിക്കാം, കൂടുതൽ കിട്ടിയതിന്റെ ഒരു റീസൺ ആയിരിക്കാം. എനിവേ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയെന്ന് പറഞ്ഞില്ല. ഇപ്പം നമ്മൾ പൊതുവെ ലോങ് ടേം ആയിട്ട് നോക്കുന്നവർക്കാണ് പ്രീവിയസ് ഇയർ ഇൻഡെപ്ത് ആയിട്ട് കുറച്ചും കൂടി നോക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഈ നമ്മൾ നോർമലി പഠിക്കുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് പഠിക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മുടെ സ്റ്റുഡൻസിനോടൊന്ന് പറയാമോ? എന്നെ സംബന്ധിച്ച് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഒന്നും അറിയില്ല, ഒരു ക്വസ്റ്റ്യൻ കണ്ടത് എവിടെ നിന്നാണ് എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് അറിയില്ല. അപ്പം ആദ്യം നമ്മളൊരു നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, നമ്മൾ ഓരോ ക്വസ്റ്റ്യനും നോക്കി പോകുക എന്നുള്ളതേ വരുള്ളൂ. പക്ഷേ നമ്മൾ ഒരു നല്ലൊരു റിവിഷൻ കഴിഞ്ഞ് ഏകദേശം നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു അറിവായി കഴിയുമ്പം ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് കഴിയുമ്പോഴും അത് എവിടെ നിന്നാണ് എന്തിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, ആ ക്വസ്റ്റ്യൻ ഏത് തരത്തിലാണ് ചോദിച്ചിരിക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടുമ്പം നമ്മുടെ റിവിഷൻ അത് ഭയങ്കര ഉപകാരമാണ്. ഒരു ക്വസ്റ്റ്യൻ എടുത്ത് അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയാൽ പോലും ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ചാൾസ് ഡിക്കൻസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ചാൾസ് ഡിക്കൻസിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു വിക്ടോറിയൻ ഏജ്, ഏത് വർക്കിൽ നിന്നാണ്, ആ വർക്ക് ഏത് വർഷമാണ്, അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണതാണ്, അതിനെക്കുറിച്ച് എന്താണ് ചോദിച്ചിരിക്കുന്നത് ഒരു ഐഡിയ പോകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ചാൾസ് ഡിക്കൻസിനെ പഠിക്കുവാണ്. അങ്ങനെ തന്നെ ഓരോ ക്വസ്റ്റ്യനും ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ സമയം എടുക്കുമായിരുന്നു ഇതിന്, ടൈം എടുക്കുമായിരുന്നു. അപ്പൊ അത് പോസിറ്റീവ് ആയിട്ട് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും നമുക്ക് ഫുൾ സ്റ്റഫ് അറിയാവുന്നത് കൊണ്ട് അത് ഹെൽപ്ഫുൾ ആയിട്ട് വന്നു. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ അലീന ലോങ് ടേമിൽ പഠിച്ചത് കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുമായിരുന്നു, അലീന ഇവിടെ പഠിക്കുന്നതിന്റെ ആ ഒരു ടൈമും ഷെഡ്യൂള് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് ഇപ്പം നമ്മൾ നോർമലി കുറച്ച് നാളത്തേക്ക് പഠിക്കുന്നവർക്ക് ഒരു ദിവസം 8 to 9 hours ഒക്കെ പഠിക്കുമ്പം ഇതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അലീന കുറച്ചും കൂടി ഒന്ന് മാനേജ് ചെയ്യണമായിരുന്നു. ഈ പറഞ്ഞതുപോലെ ക്ലാസ്, മറ്റേ നമ്മുടെ ഇഗ്നോവിന്റെ ക്ലാസ്, അതുപോലെ തന്നെ ഇത് എല്ലാം കൂടി ഒന്ന് മാനേജ് ചെയ്യണമായിരുന്നു. അതും ഈ പറഞ്ഞ ഒരു 2 year ഗ്യാപ്പിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും അത്രയും ഇങ്ങനെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ. അപ്പം എന്തായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈം ഷെഡ്യൂള് അതൊന്ന് സ്റ്റുഡൻസിനോടൊന്ന് പറയാമോ? ഞാൻ ആദ്യം വന്ന ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ അതിലോട്ടൊന്ന് എത്തി വരാനായിട്ട് നല്ല ടൈം എടുത്തു. നമുക്ക് ഇവിടെ നമ്മുടെ ഹോസ്റ്റലുണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് പേപ്പർ വണ്ണിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ ആദ്യത്തെ ഒരു ടൈമിൽ എങ്ങനെ പോയാലും 10 to 12 hours ഇരിക്കുമായിരുന്നു. നമ്മുടെ ഇവിടെയും കൂടെ കൂട്ടി ഒരു 10 to 12 hours എങ്ങനെ പോയാലും നമ്മൾ ഇരിക്കുമായിരുന്നു. രണ്ടാമത്തെ ഒരു ഇതിലോട്ട് വന്നപ്പം കുറച്ചുകൂടെ എനിക്ക് എളുപ്പമായി.
നമുക്ക് കുറച്ചുകൂടെ ഇതായി. അപ്പം കൂടുതലും കറക്റ്റ് ഒന്നുകൂടെ ഒന്ന് മാനേജ് ചെയ്ത് ഒരു ടൈം മാനേജ്മെൻറ്റ് വെച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പം അതൊരു 8 to 10 hours ആയി. പിന്നെ മൂന്നാമത് വന്നപ്പം കറക്റ്റ് നമ്മൾ ഇത്ര ടൈം വെച്ചു. നമ്മുടെ നെറ്റിന് ഇത്രയും സമയം, പേപ്പർ പ്രീവിയസ് നോക്കാൻ ഇത്രയും സമയം, പേപ്പർ 1-ന് ഇത്രയും സമയം, നമ്മൾ എല്ലാ ദിവസവും പേപ്പർ 1-ൻ്റെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുന്ന അതിന് ഇത്രയും സമയം, അങ്ങനെ ഓരോ ടൈം വെച്ചു. നമുക്ക് ടിക്കറ്റ് പോയി രാത്രി കിടന്നുറങ്ങുമ്പം ഇത് കാണുമ്പോൾ നമുക്കൊരു ഒന്നുകൂടെ ഒരു എൻകറേജ്മെൻ്റ് ആണ്. അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ലാസ്റ്റ് വരെ എങ്ങനെ പോയാലും, ലാസ്റ്റത്തെ എക്സാമിന് വരെ നോക്കിയാലും എങ്ങനെ പോയാലും നമ്മൾ ഒരു ദിവസം ഒരു 8 hours പഠിച്ചിട്ടുണ്ട്. അത് ഇപ്പം ഈ പറഞ്ഞതുപോലെ ശരിക്കും പഠിച്ച് എഴുതിയ പരീക്ഷയാണ് എന്ന് നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്ക് പറയാം. അതായത് ഒരു ഫ്ലൂക്കിൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് അങ്ങനെ ഫ്ലൂക്കിൽ കിട്ടുന്ന ഒരു കാര്യമല്ല നെറ്റ് എക്സാം എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഗസ് ചെയ്താലും അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ ഒരു 8 to 12 hours 2 വർഷം അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ്. പക്ഷെ അത് ഡെഡിക്കേറ്റ് ചെയ്തതിനും ഫലമുണ്ട്. നമുക്ക് ഈ പറഞ്ഞതുപോലെ PGയുടെ റിസൾട്ട് അറിയുന്നതിന് മുൻപ് തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അത്രയും ഒരു യങ് ഏജിൽ അങ്ങനെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഇനി വൺസ് നമ്മുടെ PG കഴിഞ്ഞൊരു ടൈമിൽ നമുക്കിനി ഡയറക്റ്റ് JRFന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് PhDക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നോക്കാം. അതായത് നമ്മൾ എൻറ്റയർലി ഇനി ഒരു ഫ്യൂച്ചറിലോട്ട് നമ്മൾ അങ്ങ് മാറുവാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പം നമ്മൾ അലീന ആപ്പിൾബിയുടെ എല്ലാ മോഡ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ക്ലാസ് റൂം ആണെങ്കിലും LMS ആണെങ്കിലും ഈവൻ ലൈവ് ക്ലാസ്സസ് വരെ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് എക്സാംസുകൾ അലീന എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള മോഡ് ഏതായിരുന്നു? നമ്മുടെ ഓഫ്ലൈൻ മോഡിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന എക്സാംസ്, അതൊരു പ്രത്യേക ഒരു നമുക്കൊരു വേർഡ്സിന് നമുക്ക് അത്ര എനിക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഇവിടെ ഇടുന്ന എക്സാംസ്, നമ്മൾ ആ 3 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആ ഒരു ടൈം നമ്മൾ ഇരുന്ന് എഴുതുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇരുന്നുള്ള ഒരു ഇവാലുവേഷൻ, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് അത് നമ്മളൊന്ന് നോക്കുന്നത്, എല്ലാം എനിക്ക് കൂടുതലും മാം എപ്പോഴും പറയുന്ന പോലെ റിവിഷൻ ആയിരുന്നു. എല്ലാം കൂടുതലും റിവിഷനിലാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താലും അത് ഞാൻ റിവിഷനിലോട്ടായിരുന്നു കൂടുതലും ചെയ്യുക. അത് തന്നെയാണ്. കാരണം ഇത് ഇത്രയും സാധനം നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അപ്പം എക്സാംസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഹെൽപ്പ്. ഞാനത് ചോദിക്കാൻ കാരണം നമുക്ക് ഈ ഓരോരുത്തർക്കും ഓരോ മോഡായിരിക്കുമല്ലോ അവർക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിൽ എക്സാംസ് ആണ് കുറച്ചും കൂടെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ സിലബസിന്റെയും ഇതിന്റെ ഒക്കെ എല്ലാം ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പൊതുവെ നമ്മുടെ അടുത്ത് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് തിയറി ഭയങ്കര പാടാണെന്നുള്ളത്. കാരണം ഞാനത് അലീനയോട് സ്പെഷ്യലായിട്ട് ചോദിക്കാൻ കാരണം അലീന UG കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം തിയറിനെ കുറിച്ച് ഒരു 0 knowledge ആയിരിക്കും. ഓക്കെ, അപ്പം തിയറി ഡിഫിക്കൽട്ട് ആയിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തിയറി ആദ്യം പഠിച്ചപ്പം എനിക്കൊരു പാടായിരുന്നു. കാരണം നമ്മൾക്ക് ആ ഒരു ഐഡിയാസ് ഗ്രാസ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഒത്തിരിയും തിയറീസ് നമുക്ക് സിമിലർ ആയിട്ട് തോന്നും, പക്ഷേ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് പക്ഷേ തിയറി നന്നായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് കാരണം അതങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് തിയറിയിൽ നിന്ന്. അതേസമയം ബാക്കി നമ്മുടെ ബ്രിട്ടീഷ്, അമേരിക്കൻ, യൂറോപ്പിനൊക്കെ വേറൊരു സ്റ്റൈലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ അത് കാരണം പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ തിയറി നമുക്ക് അവിടെ തന്നെ നിൽക്കും. കാരണം ആ ഒരു ഐഡിയ എപ്പോഴും നമുക്കുണ്ടാവും. അത് കാരണം പക്ഷെ തീരെ പഠിക്കണം. നമ്മൾ ഡിഫിക്കൽട്ട് ആണ്, നമുക്ക് ചലഞ്ചിങ് ആണെന്ന് തോന്നിയാലും നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസിൽ ഒന്നാണ് തിയറി. ഓക്കെ, ഇനിയിപ്പം എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ എന്തായാലും JRFന് ഒന്നുകൂടെ നോക്കും. JRF എഴുതി PhDക്ക് പോകണം തന്നെയാണ് ആഗ്രഹം. അതിനകത്തൊന്നും വേറൊരു പ്ലാൻ ബി ആയിട്ടൊന്നും വെച്ചിട്ടില്ല. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട് അലീന. അതായത് അലീനനെ ആസ് ആൻ എഡ്യൂക്കേറ്റർ എനിക്ക് അറിയാവുന്നത് അലീന നല്ല ഡെഡിക്കേറ്റഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 2 നല്ലൊരു കറക്റ്റ് പ്ലാനിങ്ങിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് UG കഴിഞ്ഞു, എനിക്ക് ഒത്തിരി സമയം കളയാനായിട്ടില്ല, എനിക്ക് MAയും നെറ്റും കൂടി ഒന്നിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഇഗ്നോയിൽ അപ്ലൈ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമിലാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ക്ലാസ് തുടങ്ങുന്നതും ബുക്സ് കിട്ടുന്നതും ഒക്കെ. സോ അപ്പൊ അങ്ങനെ ഒരു നോളജിലും ഈ പറഞ്ഞതുപോലെ MA കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന സീനിയേഴ്സും ഒക്കെ ആയിട്ടും അലീന ഒന്നും കോമ്പറ്റീറ്റ് ചെയ്ത് കോൺഫിഡൻസ് കളയാതെ പിടിച്ചു നിന്നു. ഈ പറഞ്ഞതുപോലെ MAയുടെ റിസൾട്ട് അറിയുന്നതിന് മുൻപ് തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റി. ഇനി നമുക്ക് ഫ്യൂച്ചറിലോട്ടുള്ള JRFും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ടൈമും ഉണ്ട്. സോ അപ്പൊ ആ ഒരു ഡെഡിക്കേഷൻ, കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ പ്ലാനിങ്, ഇതിന്റെ ഒക്കെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് നമുക്ക് അലീന എന്ന് പറയുന്നത്. സോ
ഫ്യൂച്ചറിൽ അതുപോലെ തന്നെ ഇപ്പോഴും നെറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇതിന് എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരുപാട് ഇന്റലക്റ്റോ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിയോ അങ്ങനെ വേണം, അതല്ല നമുക്ക് നെറ്റിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. നമ്മുടെ മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 8 to 12 hours ഒക്കെ അതിന് വേണ്ടിയിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരാളാണ്. സോ അപ്പം കൺസിസ്റ്റൻസി, ഡെഡിക്കേഷൻ, അതുപോലെ തന്നെ ഇത് കിട്ടണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം, ഈ 3 കാര്യങ്ങളാണ് ശരിക്കും ആർക്കാണെങ്കിലും നെറ്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. സോ അപ്പം നമുക്ക് ഫ്യൂച്ചറിലോട്ട് അലീനയ്ക്ക് എല്ലാവിധ നല്ല ഒരു ഫ്യൂച്ചറും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഒന്നുകൂടി ആശംസിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.